കില്ലാടികളെ ഇന്നലെ പാലക്കാട് അട്ടപ്പള്ളത്ത് ഒരു സംഭവം നടന്നു ഇല്ലടല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഞാൻ പറയില്ലടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതുപോലെ അട്ടപ്പള്ളമില്ല, ഇന്നലെ നടന്ന സംഭവം അട്ടപ്പള്ളം വന്നിട്ട് പണ്ട് അട്ടപ്പാടിയിൽ മധു എന്നൊരു ആദിവാസി യുവാവിനെ മർദ്ദിച്ചു വന്ന കേസ് നിങ്ങൾക്ക് അറിയോ? എന്താ വെച്ചാൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ അതൊക്കെ തേഞ്ഞു മാഞ്ഞ് പോകും. എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ആരും ഇല്ലാത്തവനും ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്തവന്റെ കേസൊക്കെ ഇങ്ങനെയാണ് ഇല്ലടല്ലേ. എന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമല്ല. അതല്ല, നമുക്ക് പവർ അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളതൊന്നും ഒന്നുമല്ല. സീരിയസ്ലി അതിനിപ്പോ നിയമപരമായിട്ടാണ് ശരി, എങ്ങനെയാണ് ശരി. അപ്പൊ അതൊരു സംഭവം അന്ന് എന്തോ ഭക്ഷണം മോഷ്ടിച്ചുകൊണ്ടാണ് ഇവർ മധുവിനെ അന്ന് കൊന്നത്, കള്ളനെ ആരോപിച്ചിട്ട് കൊന്നത്. അതും കിളയാറിലെ വിശക്കുന്ന ഭക്ഷണം മോഷ്ടിച്ചതിനാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇവിടെ പല പല സാധനങ്ങളും കട്ടവന്മാർ ഇപ്പോഴും ഇവിടൊക്കെ ഉണ്ട്. നമ്മളതൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ ഇന്നലെ അട്ടപ്പള്ളത്തിലിടല് ഒരു കൂട്ടം, ഒരു സംഘം ചേർന്ന ഒരാളെ ആക്രമിച്ചു, ഒരു ഇതര തൊഴിലാളിയെ ആക്രമിച്ചില്ലടലെ ആക്രമിച്ച് കൊന്നു. മനസ്സിലായില്ല. ഞാൻ ന്യൂസും ജസ്റ്റ് പ്ലേ ചെയ്യില്ല, എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. എന്താ വെച്ചാൽ ഛത്തീസ്ഗഡിലെ യുവാവാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആളിന്നലെ കള്ളനെന്ന് ആരോപിച്ചിട്ടാണ് ഇത് എന്താ വെച്ചാൽ തല്ലിയത്. കുറെ ആൾക്കാർ തല്ലിയിട്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നം ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ദൃശ്യങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ടില്ല. ഒരു മിനിറ്റ് ഇല്ല സംഭവം ഞാൻ സെർച്ച് വെച്ചാണ്. ഇതാ കിട്ടിയില്ലല്ലോ. വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. അപ്പൊ ഞാൻ ആ ന്യൂസ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യില്ല, എന്ന് ഞാൻ ബാക്കി പറയട്ടെ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ കിടൊരു മനുഷ്യ ജീവനാണ്. സത്യം പറയാലോ, ഇത് കോഴിയോ വല്ലതിനൊക്കെ കൊല്ലണ പോലെയാണ് മനുഷ്യന്മാർ. എന്തോന്നും അവസ്ഥയുടെ ഇത്. പണ്ട് പണ്ടാരും പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു കേരളം ഒരു ഭ്രാന്താലയം ആണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കേരളം ഭ്രാന്താലയത്തിന്റെ എക്സ്ട്രീം ലെവലിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ആ ന്യൂസ് ഒന്ന് പ്ലേ ചെയ്യില്ല, എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. പാലക്കാട് വാളയാർ അട്ടപ്പളത്ത് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന രാമനാരായണൻ ഭയ്യ എന്ന 31കാരനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മോഷ്ടാവാണെന്ന് പറഞ്ഞാണ് ഇയാളെ തടഞ്ഞുവെച്ചത്. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. अब्बा बांग्लादेशी പ്രജിത്ത് കോങ്ങാട് വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഏറെ വേദനിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2018 നമ്മൾ അട്ടപ്പാടിയിൽ സംഭവിച്ചത് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് മധുവിനെ തല്ലിക്കൊന്നത് മറക്കില്ല മലയാളി ഉള്ളിടത്തോളം കാലം. ഇപ്പോഴിതാ സമാന സംഭവം ആവർത്തിച്ചിരിക്കുന്നു. ഇതിൽ ആർക്കൊക്കെയാണ് കേസെടുത്തത്, കൃത്യമായ നടപടി ഉണ്ടായിട്ടുള്ളൂ, ഇതൊക്കെ ഒരു പാഠമാവണം. എന്താണ് നിലവിലെ സാഹചര്യം, ആർക്കെതിരെ കേസെടുത്തു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ബുധനാഴ്ച വൈകിട്ടോടുകൂടിയാണ് അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. മോഷ്ടാവാണെന്ന് ആരോപിച്ചായിരുന്നു ആദ്യ മർദ്ദനം. പിന്നീട് മോഷണ സാധനങ്ങളൊന്നും രാമനാരായണന്റെ അടുത്ത് കിട്ടിയില്ല. സംശയാസ്പദമായ രീതിയിൽ നിൽക്കുകയും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പരിസരവാസികൾ, തൊഴിലുറപ്പിന് പോയ പരിസരവാസികൾ സമീപത്തുള്ള കുറച്ച് ആളുകളെ വിളിച്ചുകൂട്ടുകയും ഇത് ആരാണെന്ന് അന്വേഷിക്കാൻ അവരോട് പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പരിസരവാസികളായ കുറച്ച് ആളുകൾ വന്നിട്ടാണ് രാമനാരായണനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ദേഹമാസകല മുറിയും മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം രാമനാരായണൻ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയും പിന്നീട് പോലീസ് വന്നിട്ടാണ് രാമനാരായണനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ രാമനാരായണൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷമാണ് രാമനാരായണൻ കുഴഞ്ഞു വീഴുന്നത്. അതിന് കുഴഞ്ഞു വീണ ശേഷമാണ് കുഴഞ്ഞു വീഴുകയും തൽക്ഷണം തന്നെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാമനാരായണന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേരെ വാളയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാവുള്ളൂ. ഭവ്യ, ഈ പ്രജിത്ത്, ഈ 10ഓളം പേർ കേട്ടില്ലേ, അല്ല നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് സംഭവം. ഒരു മനുഷ്യനാണ് വെറുതെ പറഞ്ഞാൽ ഒരു മോഷ്ടാവ് അല്ലെങ്കിൽ കള്ളനെന്ന് ആരോപിച്ചിട്ട് അത് മനുഷ്യന്മാർ തല്ലിക്കൊല്ലുന്നത് എന്തൊരു അവസ്ഥയാണ് നോക്കണല്ലോ. സത്യം പറയല്ലോ, ഇമാതിരി പരിപാടിയൊക്കെ ഈ നമ്മുടെ നാട്ടിൽ നടക്കുള്ളൂ. സത്യം പറയല്ലോ, ഇങ്ങനെ പീഡനം, കൊലപാതകം ഇവർ എന്തൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിലും അവർക്ക് ഇവിടെ സുഖവാസം അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. സത്യം പറയില്ല, ഇതൊക്കെ മാറണമെങ്കിലല്ല, ഇത് മാറുക തന്നെ ചെയ്യണം. അല്ലാതെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ മാറാൻ പോകുന്നില്ല. മനസ്സിലായി? ഈ സിസ്റ്റം, ഇങ്ങനത്തെ ഒരു നിയമത്തിന്റെ ഒരു ഘടന മാറുക തന്നെ വേണം. അല്ലെങ്കിൽ
ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു അന്ന് മധു, ഇതിപ്പോ ഛത്തീസ്ഗഡിലെ രാമനാരായണൻ എന്ന് പറയുക യുവാവ്, ഇനിയിപ്പോ നാളെ ആര് വേണമെങ്കിലും ആവുകയില്ല, ഉറപ്പാണ്. ഞാൻ പറയാമല്ലോ, ഇനിയിപ്പോ അത് മലയാളം തന്നെ ആണല്ലോ, ഇതിപ്പോ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന പേരിൽ ഇതാകുമ്പോൾ ചോദിക്കാനും വരാനൊന്നും ആരും ഇല്ലല്ലോ, മനസ്സിലായി? ആ ഒരു സംഭവത്തിലായിരിക്കും. എന്താണെന്നറിയാം, ഇത് സത്യം പറയല്ലോ, ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലൊക്കെ ജനിച്ചു പോയി അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സംഭവം തോന്നുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു എന്തൊരു ഫീൽ ഇല്ലായിരുന്നു. എന്തിനാണ് ഇവിടെ ജനിച്ചത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ എന്നൊരു തോന്നൽ എനിക്കിടില്ലല്ലോ, സത്യം പറയല്ലോ. ഇപ്പോഴും സത്യം പറഞ്ഞപ്പോഴും ഇല്ലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ മാറണേ ചെയ്യണമെങ്കിലല്ല. ഇതിപ്പോ ഇതിനെതിരെ നടപടികൾ എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. എടുത്താൽ അത്രയും നല്ലതില്ല. കാരണം ഇതിനെതിരെ അല്ല ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണ്, അത് മനസ്സിലാക്കുക. ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടി കട്ടവനെയൊക്കെ ആൾക്കാർ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ മർദ്ദിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ബാക്കി എന്തെങ്കിലും കട്ടവനെ ഒരു പ്രശ്നവുമില്ല, മറ്റവൻ ഇപ്പോഴും സുഖമായി നടക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് അതേ പറഞ്ഞു, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഈ ന്യൂസ് പെട്ടെന്നെല്ലാം കണ്ടപ്പോൾ ഇല്ലായിരുന്നു, ഭക്ഷണം മോഷ്ടിച്ചാണെന്ന് കൊണ്ട് മറ്റേ തല്ലിക്കൊന്നൊക്കെ അല്ല, എന്നാലും ഭക്ഷണം മോഷ്ടിച്ചതിനെ മർദ്ദിച്ച് കൊന്നു കേട്ടത്. പക്ഷെ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീൽ വന്നു. പിന്നെ ഞാൻ അതിന്റെ കൂടുതൽ ന്യൂസൊക്കെ അന്വേഷിച്ച സമയത്താണ് എന്തോ കള്ളെന്ന് ആരോപിച്ച് ഭക്ഷണം മോഷ്ടിച്ചാൽ എന്തോ പറഞ്ഞിട്ടാണ് ഇതാക്കി ആയി എന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും ചിന്തിച്ചാൽ മതിയുടെ എല്ലാവരും, മനസ്സിലായില്ലേ? ഒരു മനുഷ്യ ജീവനാണ്, അത് മനസ്സിലാക്കിയാൽ മതി.